ഇന്നത്തെ നമ്മുടെ ഐറ്റം പുളിമിഠായി. ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടാവോ? ചുരുക്കമായിരിക്കും അല്ലേ. ഇതൊരു എരിവും ചെറിയൊരു എരിവ്, അതിൽ നല്ല മധുരവും അതേപോലെ നല്ല പുളിയും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു പുളിമിഠായി നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഞാൻ വലിയൊരു പിടി പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് അത് പിഴിഞ്ഞ വെള്ളം, നല്ല കുറുകിയ വെള്ളം തന്നെയാണ് കേട്ടോ, ഏകദേശം കുറുകിയ വെള്ളം തന്നെ. അതിലേക്ക് 2 വലിയ അച്ചി ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണിൻ്റെയും പകുതിയായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആദ്യമൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കട്ടെ. പിന്നെ അത് ചെറിയ തീയിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അതിൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ അതായത് ഇതുപോലെ നല്ല കുറുകി ഇങ്ങനെ വരും കേട്ടോ. സാവധാനം ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് ഇങ്ങനെ കുറുക്കിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഹൽവയുടെയൊക്കെ പോലെ അതിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയ പരുവാവണ വരെ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർക്കാം. ആ പഞ്ചസാര ചേർക്കുമ്പോഴാണ് പ്രത്യേകം അതിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് ഇത് എത്തുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മളിങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ മാറി ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് പോരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കട്ടെ. തണുത്തതിന് ശേഷം വേണം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ കവറിൽ സെറ്റ് ചെയ്തെടുക്കാം, ഒക്കെ ചെയ്യും. ഞാൻ ഇപ്പോൾ സ്പൂണിലും ചെയ്തെടുക്കുന്നുണ്ട്, കവറിലും കുറച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂണിൽ ഇതായതുപോലെ ഞാൻ ഫുള്ളായിട്ട് സെറ്റ് ആവുന്ന വരെ തണുക്കാൻ വരെ വെയിറ്റ് ചെയ്തിട്ടില്ല. ഫുള്ളായിട്ട് തണുക്കുന്നതിനനുസരിച്ച് അതൊന്നുകൂടെ നല്ല കട്ടിയായി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റോൾ ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പുളിമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നില്ലാറെ പിറ്റേ ദിവസമൊക്കെ എടുത്ത് കഴിക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനൊരു ക്ലിങ് ഫിലിം വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര പണിയുള്ളൂ പുളിമിഠായിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഞാനിതുപോലെ സ്പൂണിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഞാനിങ്ങനെ കവറിൽ മിഠായി പോലെ ഉരുട്ടിയിട്ട് അങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ എടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്